ലക്ഷദ്വീപിലെ ജനങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ തങ്ങൾക്കുമേൽ നടപ്പിലാക്കിയ അനാവശ്യ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കുമെതിരെ പോരാടുമ്പോൾ ദിനംപ്രതി വിചിത്രമായ ഉത്തരവുകളാണ് അഡ്മിനിസ്ട്രേറ്ററായ പ്രഫുൽ ഖോഡ പട്ടേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ദ്വീപ് നിവാസികൾ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ അതിന് മൂക്കുകയറിടാൻ സുരക്ഷാ മുൻകരുതലിന്റെ പേരിൽ ദ്വീപിലെ പ്രാദേശിക മത്സ്യബന്ധന ബോട്ടുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിച്ച് നിരീക്ഷണം നടത്താനാണ് ഉത്തരവ്. അതിലേറെ വിചിത്രമായി തേങ്ങയും ഓലയും പറമ്പിലിടുന്നത് ദ്വീപ് ഭരണകൂടം വിലക്കിയിട്ടുണ്ട്. പറമ്പിൽ ഓലയോ തേങ്ങയോ കണ്ടാൽ പിഴയും ശിക്ഷയും ഉണ്ടാവുമെന്നതാണ് അഡ്മിനിസ്ട്രേറ്ററുടെ ഏറ്റവും പുതിയ ഉത്തരവ്. ഖരമാലിന്യങ്ങൾ കത്തിക്കരുതെന്നും പ്രത്യേക വാഹനങ്ങളില്ലാതെ മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ പാടില്ലെന്നുമാണ് ഉത്തരവ്. ദ്വീപ് മാലിന്യമുക്തമാക്കാനെന്ന ന്യായീകരണവും ഉത്തരവിൽ പറയുന്നു. അതേസമയം ദ്വീപ് നിവാസികൾ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതോടെ ജനങ്ങൾക്ക് മേൽ കേസെടുക്കാനുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നും വിമർശനങ്ങൾ ഉയരുന്നു. മത്സ്യബന്ധന ബോട്ടുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിച്ച് രഹസ്യാന്വേഷണം നടത്താനാണ് പ്രധാന തീരുമാനം. ദ്വീപിലേക്ക് വരുന്ന വെസലുകൾ എന്നിവ നങ്കൂരമിടുന്ന സ്ഥലങ്ങൾ CCTV ക്യാമറ സ്ഥാപിച്ച് പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. പ്രതിഷേധക്കാരെ ഭയത്താനാണ് നിലവിൽ ഭരണകൂടത്തിന്റെ നീക്കമെന്ന് ദ്വീപ് നിവാസികൾ വ്യക്തമാക്കി. ദ്വീപിൽ ഈ മാസം 7-ന് കുടുംബങ്ങൾ നിരാഹാരമിരിക്കുന്നുണ്ട്. ഇത്തരം സമരങ്ങൾ ശക്തമാകുന്നതും ആളുകൾ സംഘടിക്കുന്നതും അടക്കം നിരീക്ഷിക്കാനാണ് ദിനംപ്രതി വിചിത്രമായ നിയമങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡ പട്ടേൽ നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഗൾഫ് മലയാളി.